ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ കറി മാങ്ങാപ്പഴമാണേ. മാങ്ങാപ്പഴം കണ്ടോ? മാങ്ങാപ്പഴം ഞങ്ങൾ താഴെ പോയിട്ട് പറിക്കണം. ഇഷ്ടം പോലെ മാങ്ങാപ്പഴം. ഇപ്പം മാങ്ങാപ്പഴത്തിൻ്റെ സീസണാണ്. നാട്ടു മാങ്ങാപ്പഴം ഇതുണ്ടോ? മാങ്ങാപ്പഴം എടുത്തിട്ട് ഇനി വറവിട്ടിട്ട് അതിനകത്തേക്ക് മാങ്ങാപ്പഴം ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നതിടം വരെ ഇച്ചിരി നേരം വേവിക്കുക. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാങ്ങാപ്പഴം എല്ലാം വെന്തു കിട്ടോ, അതിൻ്റെ സത്തെല്ലാം ഇളകി. ഇനിയിപ്പോൾ അരപ്പ്, അതായത് ഒരു മുറി തേങ്ങ അരച്ചു, അതിനകത്ത് ഇച്ചിരി ചെറുജീരകം, ഇച്ചിരി ചുവന്നുള്ളി, ഇച്ചിരി കരിവേപ്പില എല്ലാം കൂടെ, ഇച്ചിരി മഞ്ഞളെല്ലാം കൂടി ഇട്ട് അരച്ച് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഇളക്കുവാണേ. ഇളക്കി കൂടി ശരിക്കും ഇളക്കി കൂടിയിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ 2 സ്പൂൺ തൈര് ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലേ? 2 സ്പൂൺ. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചൂടായി കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ 2 സ്പൂൺ തൈര് ഒഴിച്ചാൽ നമുക്ക് വേണ്ടവർക്ക്. പിന്നെ ഒരു കഷ്ണം വെള്ളം ഇട്ടാൽ അതിൻ്റെ പുളിയൊക്കെ ഒഴിഞ്ഞ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടേ. വെല്ലമാണ് അതിൻ്റെ ഉള്ളിലിടേണ്ടത്. അതിനകത്ത് കിടന്ന് അലത്തോളും ശരിക്കും. ഇനി വേണമെങ്കിൽ ഇച്ചിരി തൈര്, ഒരു 2 സ്പൂൺ തൈര് ഒഴിക്കാം, ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. തൈര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും 2 സ്പൂൺ തൈര് ഒഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കരുത്, പെട്ടെന്ന് അത് ഓഫാക്കി വാങ്ങിയത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ആ വറവ് കൂടെ ഇട്ട് റെഡിയാക്കി എടുത്താൽ ഇതാണ് ഞങ്ങളുടെ മാമ്പഴപ്പുളിശ്ശേരി. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന പലരും പല രീതിയിൽ ഉണ്ടാക്കുവേ. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് മാമ്പഴപ്പുളിശ്ശേരിയായിട്ട് നല്ല ഇത് ഉണ്ടെങ്കിൽ നല്ല, ഈ മാമ്പഴം ഉള്ള കാലത്തൊക്കെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ലതാണേ. ഓക്കെ, തീർന്നത്.